വസ്ത്രവും പണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സുവിശേഷ സാക്ഷി ജീവിതം നയിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആ കൃപയിൽ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോഴും ഡയാലിസിസിന് വിധേയമാകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവ് മരണത്തോട് മല്ലടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോഴും വെന്റിലേറ്ററിലായിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മാലാഖ അവരെ സന്ദർശിക്കുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘടത്തിന്റെ യോഗ്യതയാണ് ഇപ്പോഴ് കടൂരമായ മാനസിക പീഡകളിലും ഉറ്റവരും ഉടയവരും വേർപിരിഞ്ഞു പോയതിൻ്റെ സങ്കടങ്ങൾ ജീവിക്കുന്ന മരണ വീടുകളും മരണം കഴിഞ്ഞ വീടുകളിലും കർത്താവെ അങ്ങ് കയറി ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദികൾ, ഭീതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, ഭർത്താവിനെ ഓർത്ത് വേദനിക്കുന്നവരെ, ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിനെ ഓർത്ത് വേദനിക്കുന്നവരെ, കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരെ, പല കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ബൈ ഉണ്ടായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ആദ്യം കൊള്ളുന്നവരെ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൃപ നിന്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുകയും നിന്നെ ഉത്സാഹപരിതമാക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം